കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു കഷ്ണം മീനിൻ്റെ കറി ഉണ്ടാക്കി കേട്ടോ. അടിപൊളിയാണ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം ഉള്ളി, പിന്നെ തക്കാളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ കുറച്ച് പുളിൻ്റെ വെള്ളം കേട്ടോ. അപ്പം നമുക്ക് ചട്ടി നല്ല മൺചട്ടിയിലാണ് ഇട്ട് വെക്കേണ്ടത്. ചുറ്റടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉലുവ, പിന്നെ കുറച്ച് പെരുംജീരകം, ഇത് രണ്ടിട്ട് കണ്ട് നമ്മൾ നല്ലോണം അത് പൊട്ടി വരുന്നവരെ, മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റും. അതിന് ശേഷം നമുക്ക് എന്താ കുറച്ച് കരിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം. കറിവേപ്പില ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് എന്താ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ അതിന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കുറച്ച് വെച്ച് കണ്ട് ഞാൻ ഒരു ബോക്സിലാക്കിയാണ്ട് ഫ്രിഡ്ജ് വെക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ എടുക്കാൻ. എപ്പോഴും ഇങ്ങനെ അടിച്ചുണ്ടാക്കണ്ടല്ലോ. അതിന് വേണ്ടി ഞാനിത് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ മണക്ക മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ സാധനവും ഒപ്പരം തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ ഒപ്പരട്ടിട്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ പിന്നെ എന്തൊക്കെ എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ സുഖമല്ല എല്ലാവർക്കും. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുങ്ങനെ ഒന്ന് മൂടി വെക്കാം. അടിപൊളി ടേസ്റ്റൊക്കെ കറിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് കമൻറ്റിൽ ഇതൊക്കെ കറി കേട്ടോ. പിന്നെ ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഞാൻ ഈ ചാനൽ കേട്ടോ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് തരണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ഇത്തിരി മുളക് പൊടി, ഇത്തിരി എന്നാൽ ഒരു 2-3. നമുക്കിവിടെ വീട്ടിലെല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു 3 സ്പൂണൊക്കെ മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതെല്ലാം കൂടി ഇട്ടുകൊണ്ട് അമ്മീൻ്റെ നല്ലോണം വറക്കുക. അതിൻ്റെ പച്ചമണം പോകണമെങ്കിൽ നല്ലോണം വറുത്തെടുക്കുക. നേരെ തീത്തിരി കുറച്ച് വെച്ചാൽ നമുക്ക് നല്ല ഇതിലത് ഒരു വറവിൻ്റെ മണക്കം കണ്ട് വരുമ്പോൾ നമുക്ക് എന്താ. പിന്നെ അതിലേക്ക് പുളിവെള്ളമാണ് ആഡ് ചെയ്തിട്ട് കേട്ടോ. വാളംപുളിയായിട്ട് ഞാൻ എടുത്ത് വാളംപുളി വെള്ളത്തിട്ടിട്ട് അത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ വെള്ളം നമ്മൾ ഉണ്ടാക്കണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര കറീൻ്റെ ഗ്രേവി എത്ര നമുക്ക് വേണം അതിനനുസരിച്ച് ഈ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിടാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ഉപ്പിടണം. കറിക്ക് ആവശ്യമായ ഉപ്പിടും. എന്നിട്ട് അതെന്തൊക്കെ നമുക്ക് നല്ലോണം ഇളക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചുകൊണ്ട് നല്ലതുപോലെ തിളപ്പിക്കുക. നല്ലോണം തിളച്ച് ഈ പച്ചക്കറികളെല്ലാം അതിൽ വെന്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മീനിടേണ്ടത് കേട്ടോ. ആദ്യം മീനിട്ട് വെച്ചാൽ കഷ്ണം മീനുകളെല്ലാം കലങ്ങിപ്പോയി. ഇത് നമുക്ക് മീൻ കഷ്ണങ്ങളൊന്നും കിട്ടൂല. അപ്പം അതുകൊണ്ട് നല്ലോണം തിളച്ച് ഉള്ളി, തക്കാളി ഇതൊക്കെ നല്ലോണം വെന്തതിന് ശേഷം മാത്രം മീനിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്തിടും. മീൻ കഷ്ണങ്ങൾ അതിലിട്ടതിൻ്റെ ശേഷം നല്ലോണം ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചുകൊണ്ട് കുറച്ച് നേരം കൂടി നല്ലോണം തിളപ്പിക്കുക. അപ്പം അതെന്താട്ടും നല്ലോണം കുറുക്കി വന്നൊരു അടിപൊളി കറിയായിരിക്കും. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റിൽ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്തൊക്കെ എല്ലാവരും വിശേഷം. അപ്പോൾ ഇനി
അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരട്ടെ കേട്ടോ. ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. മൂടി തുറന്നാൽ കണ്ടില്ലേ ഉണ്ടോ, അടിപൊളി കുറിക്കിയ കറി. ഒന്ന് ഉണ്ടാക്കി നോക്കും മക്കളെ, അടിപൊളിയാണ്. കണ്ടിട്ട് നാവിൽ വെള്ളമോറുന്നുണ്ടോ എങ്കിൽ വേഗം വീട്ടിൽ പോയി ഉണ്ടാക്കി എന്നിട്ട് കമൻറ്റിൽ അറിയിക്കണേ. ഓക്കെ ബായ്. അപ്പം അസ്സലാമു അലൈക്കും. ഒന്നും കൂടി ഞാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. ഓക്കേ.